എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല ആൾക്കാരുടെയും ജീവിതത്തിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും. എല്ലാവർക്കും അറിയാം, എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആവശ്യത്തിന് പണം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിയോളം ഭാഗവും നമ്മൾ ചെലവിടുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൽ പണത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഒരു വരുമാനം, പണം നിങ്ങളുടെ വീട്ടിലേക്ക് വരാത്ത അവസ്ഥ, പണം കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാലും അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, എല്ലാം ചെയ്തു കഴിഞ്ഞാലും അവസാന ഘട്ടത്തിൽ പണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ പരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്ന ഒരു സാഹചര്യവും കാണാനായിട്ട് അല്ലെങ്കിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്താണ് എന്നുള്ളതും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പണവരവിനുമായിട്ടാണ് ഈ ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് പാത്രത്തിലാണ് ഈ ഒരു പരിഹാരമാർഗം ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം, ഉപ്പ് കടലിലെ വസ്തുവാണ്. മഹാലക്ഷ്മി ദേവി കടലിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. അതിനാൽ തന്നെ കടലിലെ ഓരോ വസ്തുവിലും ലക്ഷ്മിയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ധനത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് സൂക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് പറയാം. ഉപ്പ് എപ്പോഴും ഒന്നുകിൽ ഗ്ലാസ് പാത്രം അല്ലെങ്കിൽ തടിപ്പാത്രം, ഉപ്പ് ഭരണി എന്നിങ്ങനെയുള്ള 3 വസ്തുക്കളിൽ മാത്രമേ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഉപ്പ് കവറിൽ തന്നെ അതുപോലെ വെക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ ഇട്ട് വെക്കുന്നത്. ഇതൊക്കെയും തന്നെ ആരോഗ്യപരമായിട്ട് മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായിട്ടുള്ള ആ ഒരു ഉപ്പുപാത്രം നമ്മൾ ശരിയായ രീതിയിലല്ല സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി കോപത്തിനും അത് ഇടയാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഉപ്പുപാത്രം എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും വൃത്തിയോടെ സൂക്ഷിക്കണം. എന്നിരുന്നാലും ഉപ്പുപാത്രത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിലോ കവറിലോ ആണ് ഇതുവരെയും സൂക്ഷിച്ചത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിന് മാറ്റം വരുത്തുക. ഒരു ഉപ്പ് ഭരണി വീട്ടിൽ വാങ്ങി വയ്ക്കുക. അതെപ്പോഴും നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉപ്പുപാത്രം ഒരിക്കലും കാലിയായിട്ട് വയ്ക്കാൻ പാടില്ല. ഇത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴമക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തില്ല എന്നുണ്ടെങ്കിലും വീട്ടിൽ ഉപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉപ്പ് കാലിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനേ പാടില്ല. ഉപ്പ് നിങ്ങൾ മുഴുവൻ തീരുന്നതിന് മുന്നേ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അതിൽ നിറച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഉപ്പ് പാത്രത്തിൽ ഉപ്പ് നിറച്ച് വയ്ക്കുന്നത് ധനവരവിനെ അല്ലെങ്കിൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയമ്പ്, മഞ്ഞൾ എന്നിവയാണ് വേണ്ടത്. ഇവ നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് എടുക്കണം. പൊടി പിടിച്ചതോ മണ്ണ് പിടിച്ചതോ ആയിട്ടുള്ള ഒന്നും പാടില്ല. നിങ്ങൾക്ക് കടകളിൽ ഇത് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മഞ്ഞപ്പൊടിയല്ല, മഞ്ഞളിൻ്റെ കഷ്ണമാണ് എന്നുള്ളത് ഓർക്കുക. ചില ആൾക്കാരെനി ചോദിക്കും, മഞ്ഞളിൻ്റെ കഷ്ണം ഇല്ല, പൊടി മതിയോ എന്നുള്ളത്. പൊടിയല്ല, മഞ്ഞളിൻ്റെ കഷ്ണം തന്നെ വേണം, അത് നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കെട്ടാനായിട്ട് മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പോ നിറത്തിലുള്ള ഒരു നൂലും കൂടെ വേണം. കുറച്ച് കട്ടിയുള്ള നൂല്, അതും നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു നൂലും കൂടെ വേണം. മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി നിങ്ങൾക്ക് മഞ്ഞ ചരട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചുവപ്പും വാങ്ങിക്കാവുന്നതാണ്.
ഇനി അടുത്തതായിട്ട് ഈ പരിഹാരം ചെയ്യാൻ സാധിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. വെള്ളി, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തന്നെ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സന്ധ്യക്കാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് വേണം നിലവിളക്ക് കൊളുത്താനായിട്ട്. വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പൂജ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു കർമ്മത്തിലേക്ക് കടക്കാനായിട്ട്. കയ്യിൽ ആദ്യം മഞ്ഞൾ കഷ്ണം എടുക്കുക. അത് വലത് കയ്യിൽ വെച്ചിട്ട് ആ നിലവിളക്കിനെ 3 തവണ ഉഴിഞ്ഞ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്ന മന്ത്രം ചൊല്ലണം. ഈ മന്ത്രം വളരെയധികം ശക്തിയുള്ള മന്ത്രമാണ്. ഇനി ആ ഒരു ഉഴിഞ്ഞ മഞ്ഞൾ വാഴയിലയിലോ താലത്തിലോ വയ്ക്കാം. വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും വെറും നിലത്ത് അത് വയ്ക്കാൻ പാടില്ല. പിന്നീട് വയമ്പെടുത്ത് ഇതുപോലെ തന്നെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് 3 തവണ ഉഴിഞ്ഞ് ഈ ഒരു മന്ത്രം ജപിക്കുക. ശേഷം ചരട് എടുത്തുകൊണ്ടും ഈ ഒരു സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. വലത് കൈയിൽ പിടിച്ച് ഒന്ന് ഉഴിഞ്ഞ് മന്ത്രം ചൊല്ലാം. ഈ മഞ്ഞളും വയമ്പും ചരട് കൊണ്ട് വട്ടത്തിൽ അഴിഞ്ഞു പോകാത്ത വിധത്തിൽ കെട്ടി ഉപ്പുപാത്രത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് വയ്ക്കുക. ഉപ്പുപാത്രത്തിൻ്റെ അടിയിൽ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഉപ്പ് നിറയ്ക്കാനായിട്ട്. ശേഷം നിങ്ങൾ ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അതിൽ നിന്ന് ഉപ്പ് പാചകത്തിനും മറ്റുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാര്യം, ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് നിങ്ങളൊരു പുതിയ ഉപ്പുപാത്രം വാങ്ങി അത് സെപ്പറേറ്റ് വയ്ക്കാനായിട്ടല്ല. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പുപാത്രം, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഒരു ഉപ്പുഭരണി വാങ്ങിയിട്ട് ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഉപ്പുഭരണിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഉപ്പുഭരണിയിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇനി പലർക്കും സംശയം കാണും, ഇങ്ങനെ മഞ്ഞളും വയമ്പും അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം വരില്ലേ എന്നുള്ളത്. ആയുർവേദപരമായിട്ടും ഏറെ ഗുണമുള്ള വസ്തുക്കളാണ് വയമ്പും മഞ്ഞളും. ഇത് ഉപ്പിൽ വെച്ചാലും ആരോഗ്യപരമായ ദോഷമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 30 ദിവസത്തിൽ നിങ്ങൾക്കിതിൻ്റെ ഫലം കാണാനായിട്ട്, അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഈ മഞ്ഞളും വയമ്പും പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നിങ്ങൾ ഉപ്പ് എപ്പോഴും നിറച്ചുകൊണ്ടേയിരിക്കണം. ഉപ്പ് ഒരു പകുതി ഭാഗമൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഉപ്പ് ആ ഒരു പാത്രത്തിൽ നിറച്ച് വരുന്ന രീതിയിൽ തന്നെ എപ്പോഴും ഉപ്പ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഈ മഞ്ഞളും വയമ്പും പുറത്തേക്ക് കാണില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിയ ഒരു പരിഹാര മാർഗ്ഗമാണിത്. എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമാണിത് അല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്തിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.